ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ എ വില്ലേജ് പൂരം എന്ന ചാപ്റ്ററിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ്. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ദർ ആർ സെവറൽ എക്സ്പ്രഷൻസ് ഇൻ എ വില്ലേജ് പൂരം associated with sights, visual and sounds auditory. Classify them as shown below. എന്താണ് നമ്മൾ ഈ എ വില്ലേജ് പൂരം എന്ന ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കണ്ടു? ഒത്തിരി സൈറ്റ്സ്, വിഷ്വലായിട്ട് കാണുന്ന കാര്യങ്ങൾ, അതുപോലെ സൗണ്ട്സ് അല്ലേ, ഓഡിറ്ററി ആയിട്ടുള്ള വിഷ്വൽ ഇമേജസ്, അതുപോലെ ഓഡിറ്ററി ഇമേജസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതുപോലെ കാഴ്ചയുമായി ബന്ധപ്പെട്ടത്, അതുപോലെ സൗണ്ട്സുമായി ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള ഒത്തിരി എക്സ്പ്രഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കണ്ടിട്ടുണ്ട് അല്ലേ. അതെന്ത് ചെയ്യണം? അത് വിഷ്വലായിട്ടുള്ളതും ഓഡിറ്ററി ആയിട്ടുള്ളതും സെപ്പറേറ്റ് ചെയ്തിട്ട് താഴെയുള്ള ആ ബോക്സിൽ എഴുതാനാണ്. വിഷ്വൽ കൊടുത്തിട്ടുള്ളത്? മൗണ്ടെയിൻസ് ഓഫ് ബനാനാസ്, മലയോളമുള്ള വാഴപ്പഴങ്ങൾ എന്നല്ലേ. അതൊരു കാഴ്ചയാണ്, ഒരു കാഴ്ചയായിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലേ. നെക്സ്റ്റ് ഓഡിറ്ററി, ഡ്രമ്മേഴ്സ് ബീറ്റിംഗ് ദെയർ ചെണ്ടാസ്. ഡ്രമ്മേഴ്സ് ചെയ്യുന്നത്? ചെണ്ട കൊട്ടുകയാണ് അല്ലേ. അത് സൗണ്ടാണ് അവിടെ വരുന്നത്, ഓഡിറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ഈ ചാപ്റ്ററിലുള്ളതൊക്കെ കണ്ടുപിടിച്ച് എഴുതാനാണ്. ഇനി നെക്സ്റ്റ് എഴുതാം? ഹില്ലോക്സ് ഓഫ് പാഡി, കൂന കൂട്ടിയിരിക്കുന്ന നെല്ല്, അതൊരു കാഴ്ചയാണ്. യാർഡ്സ് ഓഫ് ജാസ്മിൻ, നീളമുള്ള മുല്ലപ്പൂമാലകൾ. റോസ് ഓഫ് ഗ്ലിൻഡിങ് ഗ്ലാസ് ബാംഗിൾസ്, കുപ്പിവളകളിലെ തിളങ്ങുന്ന കുപ്പിവളകൾ. ഇവയൊക്കെ ഒരു കാഴ്ചയാണ്. ഇതുപോലെ ടോയ്സ് വരുന്നുണ്ട്, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒത്തിരി നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് ഓഡിറ്ററി, അത് കേൾക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അല്ലേ. അവ ഏതൊക്കെയാണ്? ദി കോൾ ഓഫ് വെഞ്ചേഴ്സ്, ആ വഴിയോര കച്ചവടക്കാരുടെ ആ വിളികൾ. ദ ബീറ്റ്സ് ഓഫ് ദി ഡ്രംസ്, ആ ഡ്രംസിൽ കൊട്ടുമ്പോഴുള്ള ആ ശബ്ദം. നെക്സ്റ്റ് ദ സ്റ്റാമ്പ് ഓഫ് ഫീറ്റ്, ആ കാലുകൊണ്ട് ചവിട്ടുന്ന ആ ശബ്ദം. ത്രോബ് ഓഫ് ഡ്രംസ്, ആ ഡ്രംസിൻ്റെ ശബ്ദം അല്ലേ. ഇവയൊക്കെ ഓഡിറ്ററിയിൽ വരുന്നതാണ്. നെക്സ്റ്റ്, നൗ ഡിസ്ക്രൈബ് ഇൻ യുവർ ഓൺ വേർഡ്സ് ദ വേരിയസ് സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് യു ഹാവ് നോട്ടീസ്ഡ് ഇൻ എ മാർക്കറ്റ് പ്ലേസ് ഓർ സ്കൂൾ. ഇതുപോലെ മാർക്കറ്റ് അല്ലെങ്കിൽ സ്കൂള്, ഇവിടെയൊക്കെ ഇതുപോലെ ഒത്തിരി സൈറ്റ്സ്, വിഷ്വലായിട്ട് ഓഡിറ്ററി ആയിട്ടൊക്കെ വരുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ അല്ലേ. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ്. ഓക്കെ, എന്തെഴുതാം? ഇവിടെ സ്കൂളിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അറ്റ് സ്കൂൾ, സ്കൂളിൽ എന്തൊക്കെയാണ്? അറ്റ് സ്കൂൾ വി ഓഫൺ സീ ആൻഡ് ഹിയർ മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ്. ദ ലോഫിംഗ് ഓഫ് ചിൽഡ്രൻ, ഷൗട്ടിംഗ് ഓഫ് ടീച്ചേഴ്സ്, ക്രൈയിങ് ഓഫ് ലിറ്റിൽ വൺസ്, റിംഗിങ് ഓഫ് ബെൽ, chatting of girls etc. are some of the sounds we hear. അതെ, സ്കൂളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. സൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ്? കുട്ടികൾ ചിരിക്കുന്നത്, അതുപോലെ ടീച്ചേഴ്സ് ഷൗട്ട് ചെയ്യുന്നത് അല്ലേ, ഒച്ച വെക്കുന്നത്, അതുപോലെ ലിറ്റിൽ വൺസ്, ചെറിയ ചെറിയ കുട്ടികൾ കരയുന്നത്, ബെല്ലടിക്കുന്നത്, അതുപോലെ ഗേൾസ് തമ്മിൽ സംസാരിക്കുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. Boys and girls running after a bell, teachers helping children to read and write, peon ringing the bell, sweeper cleaning the premises, parents meeting the teachers, children and teachers participating in the school assembly etc. are some of the usual scenes in a school. അതുപോലെ ആ സ്കൂള് ബെല്ലടിക്കുമ്പോൾ കുട്ടികൾ, ബോയ്സും ഗേൾസും എല്ലാവരും കൂടി ഓടുന്നു. അതുപോലെ ടീച്ചേഴ്സ് ചിൽഡ്രൻസിനെ എഴുതാനും വായിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ പിയൂണ് ബെല്ലടിക്കുന്നു. അതുപോലെ സ്വീപ്പർ അവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്നു. പാരൻസ് ടീച്ചേഴ്സിനെ മീറ്റ് ചെയ്യുന്നു. അതുപോലെ ചിൽഡ്രൻസും ടീച്ചേഴ്സും എല്ലാം അസംബ്ലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ സ്കൂളിൽ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ചും എഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ലൈൻ കെയിം ദ ബോയ്സ് ലൈക്ക് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഫ്രം ദി പോയം സംബഡീസ് മദർ. സംബഡീസ് മദർ എന്ന പോയത്തിൽ വന്നിട്ടുള്ള ഒരു ലൈനാണ്. ആ ബോയ്സ് എങ്ങനെ വന്നു എന്നാ? ഫ്ലോക്ക് ഓഫ് ഷീപ്പ് പോലെ, എന്ന് വെച്ചാൽ ആട്ടിൻ കൂട്ടങ്ങളെ പോലെ വന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. ദി വേർഡ് ഫ്ലോക്ക് സ്റ്റാൻഡ്സ് ഫോർ എ ഗ്രൂപ്പ്. ഇതിൽ ഫ്ലോക്ക് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടത്തെ പറയാൻ വേണ്ടിയിട്ടാണ്.
റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഐഡൻറ്റിഫൈ സച്ച് വേർഡ്സ്. എന്താണ് ഈ താഴെ തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ഇതുപോലെ ഗ്രൂപ്പ്സിനെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒത്തിരി വേർഡ്സ് ഉണ്ട്. അവയെല്ലാം കണ്ടുപിടിക്കാനാണ്. Once there was a custom in a university. If a professor was late by 10 minutes, the class was suspended. എന്താണ് ഒരിക്കലൊരു യൂണിവേഴ്സിറ്റിയിൽ എന്താണ് ഒരു കസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു രീതി, ഒരു നടപടിക്രമം നിലനിന്നിരുന്നു. എന്തായിരുന്നു? ഒരു പ്രൊഫസർ 10 മിനിറ്റ് ലേറ്റ് ആണെങ്കിൽ അന്ന് ആ ക്ലാസ് സസ്പെൻഡഡ് ആണ്, അന്ന് അവിടെ ക്ലാസ് ഇല്ല എന്നാണ്. വൺ ഡേ എ പ്രൊഫസർ അറൈവ്ഡ് ഏർലി ഫോർ എ 9 AM ക്ലാസ്. ഹി കുഡ് സീ ഓൺലി എ സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ്. എന്താണ് ഒരു ദിവസം 9 മണിക്കുള്ള ക്ലാസ്സിന് പ്രൊഫസർ കുറച്ച് നേരത്തെ വന്നൂലേ, അവിടെ ചെയേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. ചെയേഴ്സിന് എന്ത് വേർഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം ചെയേഴ്സ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്നാണ്, കുട്ടികളൊന്നും വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ആ വേർഡ് ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അല്ലേ. നെക്സ്റ്റ്, ഹി ഹാഡ് എ പൈൽ ഓഫ് ബുക്ക് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? പൈൽ ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കുന്നോളം ബുക്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ആ ഒരു വേർഡും ഗ്രൂപ്പ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഹി വാണ്ടഡ് ടു ടേക്ക് ദം ടു ദ ലൈബ്രറി. ഹി കെപ്റ്റ് ഹിസ് ബഞ്ച് ഓഫ് കീസ് ഓൺ ദി ടേബിൾ ആൻഡ് വാക്ക്ഡ് ടു ദ ലൈബ്രറി. അദ്ദേഹത്തിന് ആ ബുക്സ് ലൈബ്രറിയിൽ കൊണ്ടുപോയി വെക്കണം, അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബഞ്ച് ഓഫ് കീസ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അദ്ദേഹം ടേബിളിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിലേതാ വേർഡ്? ബഞ്ച് ഓഫ് കീസ് എന്ന വേർഡാണ് ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബൈ ദ ടൈം ഹി ഗോട്ട് ബാക്ക് ടു ദ ക്ലാസ് ഇറ്റ് വാസ് 10:30. അദ്ദേഹം എന്നിട്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അപ്പോൾ എത്രയാണ് സമയം? 9:10 ആയിട്ടുണ്ട് അല്ലേ. പക്ഷേ ദ റൂം വാസ് എംപ്റ്റി. ആ റൂം കാലിയാണ്, ഇപ്പോഴും കുട്ടികളൊന്നും വന്നിട്ടില്ല. ദി നെക്സ്റ്റ് ഡേ ഹി ടോൾഡ് ഹിസ് സ്റ്റുഡൻസ്, വെൻ മൈ കീസ് ആർ ഹിയർ ഐ ആം ഹിയർ. പിറ്റേ ദിവസം അദ്ദേഹം എന്തു പറഞ്ഞു? കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ എൻ്റെ കീസ്, എൻ്റെ ചാവികൾ ടേബിളിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. ഹി കെപ്റ്റ് ദ കീസ് ഇൻ ദ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ആൻഡ് വാക്ക്ഡ് ഡൗൺ ദ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. അദ്ദേഹം ആ കീസ് എന്ത് ചെയ്തു? ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് എന്ന് വെച്ചാൽ ഒത്തിരി വലിപ്പമുള്ള അലമാര എന്നൊക്കെ പറയില്ലേ, അലമാരയിലേക്ക് അദ്ദേഹം കീസ് വെച്ചിട്ട് ആൻഡ് വാക്ക്ഡ് ഡൗൺ ദ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റെപ്സ് ഇറങ്ങി പോയി. അതിൽ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്റ്റെപ്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതും ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദി ഫോളോവിങ് ഡേ ഹി അറൈവ്ഡ് അറ്റ് 9. പിറ്റേ ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം 9 മണിക്ക് തന്നെ വന്നു. ഹി സോ 28 കീസ് ഓൺ ദ ഡെസ്ക്സ് ആൻഡ് നോ സ്റ്റുഡൻസ്. അദ്ദേഹത്തിന് ഡെസ്കിലെല്ലാം 28 കീസാണ് കാണാൻ കഴിഞ്ഞത്, അല്ലാതെ ഒറ്റ സ്റ്റുഡൻസിനെ അവിടെ കാണുന്നില്ല. ഓക്കെ, താഴെ അപ്പോൾ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സ്പ്രഷൻസ് ഓർ വേർഡ്സ് ദാറ്റ് റെഫർ ടു എ ഗ്രൂപ്പ്. ഗ്രൂപ്പിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ്, വേർഡ്സ് അവ ഏതൊക്കെയാണ് താഴെ എഴുതാനാണ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചല്ലോ അല്ലേ ഏതൊക്കെയാണ്. ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, എ ബെഞ്ച് ഓഫ് കീസ്. നെക്സ്റ്റ്, എ സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ്. പിന്നെ എ പൈൽ ഓഫ് ബുക്സ്. പിന്നെ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ്, ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. ഇവയൊക്കെയാണ്. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബോക്സ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുള്ളിടത്തെല്ലാം നമ്മൾ ഫിൽ ചെയ്യാനാണ്. അവിടെ ബ്രാക്കറ്റ്സിൽ ഒത്തിരി വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ഗ്രൂപ്പ്സിനെ പറയുന്ന വേർഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും ഫിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എ ബെവി ഓഫ് ലേഡീസ് എന്നാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ്, എ ടീം ഓഫ് പ്ലേയേഴ്സ്. അതെ, ഒരു ടീം കളിക്കാരല്ലേ. നെക്സ്റ്റ്, എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. അത് നമ്മൾ മുന്നേ പഠിച്ചല്ലോ അല്ലേ. നെക്സ്റ്റ് എ ഗ്യാങ് ഓഫ് തീവ്സ്. ഒരു കൂട്ടം ഗ്യാങ് കള്ളന്മാരല്ലേ. നെക്സ്റ്റ്, എ പാക്ക് ഓഫ് ഡോഗ്സ്. അടുത്തത്, എ ബഞ്ച് ഓഫ് ബനാനാസ്. നെക്സ്റ്റ്, എ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ്, എ ക്ലംബ് ഓഫ് ട്രീസ്, എ സ്റ്റാക്ക് ഓഫ് ഹേ, എ ബക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് റെഗിമെൻറ്റ് ഓഫ് സോൾജിയേഴ്സ്. ഓക്കെ,
ഈ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ലുക്ക് അറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. താഴെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ശ്രദ്ധിക്കാനാണ്. എന്താണ് the call of the Avengers, the beat of the drums, the stamp of the feet, the gate cracks open. Okay, what do these words refer to? ഈ വേർഡ്സ് എല്ലാം എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്, എന്തിനെയാണ് അതിലൂടെയൊക്കെ പറയുന്നത്? represents different kinds of sounds. എന്താണ് ഈ വേർഡ്സ്, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒത്തിരി സൗണ്ട്സിനെയാണ് റെഫർ ചെയ്യുന്നത് അല്ലേ. ഒത്തിരി സൗണ്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് ഇത്? കോൾ ഓഫ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വഴിയോര കച്ചവടക്കാരുടെ ആ വിളികൾ, അതുപോലെ ഡ്രംസ്, ചെണ്ടയുടെ ശബ്ദം, അതുപോലെ എന്താണ് ആ കാല് ചവിട്ടുന്ന ആ ശബ്ദം എന്നൊക്കെയുള്ള ആ വേർഡ്സ്. വാട്ട് ആർ ദി അതർ സൗണ്ട്സ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്? മേക്ക് എ ലിസ്റ്റ് ഓഫ് സച്ച് സൗണ്ട്സ്. എന്താണ് ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഒത്തിരി സൗണ്ട്സ് ഉണ്ടാവുമല്ലോ അല്ലേ, അവയുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ്. റീഡ് എ വില്ലേജ് പൂരം വൺസ് അഗെയിൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് റെഫർ ടു സൗണ്ട്സ്. എന്താണ് എ വില്ലേജ് പൂരം എന്ന ആ സ്റ്റോറി ഒന്നും കൂടി വായിച്ചിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഇതുപോലെ സൗണ്ട്സിനെ പറയുന്ന വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ്. The call of reindeers, the beats of drums, the stamp of feet, the throb of drapes, the gate cracks open, a jangling and clanging. ഇനി എക്സ്ട്രാ ഉള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഫ്രം ദി ഡിക്ഷണറി ആൻഡ് ഫിൽ ഇൻ ദ ബോക്സസ്. താഴെ എന്താണ് ഒത്തിരി വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലേ, അവയുടെ എല്ലാം മീനിങ് ഡിക്ഷണറി വെച്ച് കണ്ടുപിടിച്ചിട്ട് താഴെയുള്ള ബോക്സ് എല്ലാം ഫിൽ ചെയ്യാനാണ്. എന്താണ് ആ തന്നിട്ടുള്ള വേർഡ്സൊക്കെ എന്താണ് സൗണ്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേർഡ്സാണ് താഴെ തന്നിട്ടുള്ളതെല്ലാം. ഫസ്റ്റ് വേർഡ് ഏതാണ്? ക്രീക്ക്. ക്രീക്ക് എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഷോർട്ട് ഹൈ പിച്ച്ഡ് സൗണ്ട് ഹിയർഡ് വെൻ സംതിങ് മൂവ്സ്. എക്സാമ്പിൾ എന്താ? ഡോർ ഓർ സ്റ്റെയേഴ്സ് എക്സെട്ര. എന്താണ് നമ്മൾ ഡോറൊക്കെ അടക്കുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ, അതിനെയാണ് നമ്മൾ ക്രീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റസിൽ. റസിൽ എന്ന് വെച്ചാൽ സോഫ്റ്റ് സൗണ്ട്സ് മെയ്ഡ് വെൻ തിങ്സ് ലൈക്ക് പേപ്പർ ലീവ്സ് എക്സെട്ര മൂവ് ഓർ റബ് ടുഗദർ. എന്താ റസിൽ എന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ അല്ലെങ്കിൽ ഇലകളൊക്കെ തമ്മിൽ ഇങ്ങനെ തട്ടുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ കാറ്റടിക്കുമ്പോൾ ഒക്കെ അല്ലേ, അതിനെയാണ് റസിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ജിങ്കിൾ. ജിങ്കിൾ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? എ സൗണ്ട് ലൈക്ക് സ്മോൾ ബെൽസ് റിംഗിങ് ദാറ്റ് ഈസ് മെയ്ഡ് വെൻ മെറ്റൽ ഒബ്ജക്ട്സ് ആർ ഷേക്കൺ ടുഗദർ. എന്താണ് മെറ്റൽ ഒബ്ജക്ട്സ്, അവ എന്തെങ്കിലും തമ്മിൽ തട്ടുമ്പോഴുള്ള ആ ശബ്ദത്തെയാണ് നമ്മൾ ജിങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്പ്ലാഷ്. സൗണ്ട് ഓഫ് സംതിങ് ഹിറ്റിംഗ് ലിക്വിഡ് ഓർ ഓഫ് ലിക്വിഡ് ഹിറ്റിംഗ് സംതിങ്. എന്താണ് ലിക്വിഡിലേക്ക് എന്തെങ്കിലും വീഴുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുളത്തിലേക്കൊക്കെ കല്ലെടുത്തെറിയുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ, അതുപോലത്തെ ശബ്ദത്തെയാണ് സ്പ്ലാഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്ലിക്ക്. ക്ലിക്ക് എന്ന് വെച്ചാൽ എ ഷോർട്ട് ഷാർപ്പ് സൗണ്ട്. എന്താണ് ക്ലിക്ക് ചെയ്യുക, അത് നമ്മൾ എന്താണ് ഈ ക്യാമറയ്ക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ അല്ലേ, അതുപോലത്തെ ശബ്ദത്തെയാണ്. അടുത്തത് റാറ്റിൽ. റാറ്റിൽ എന്ന് വെച്ചാൽ എ സീരീസ് ഓഫ് ഷോർട്ട് ലൗഡ് സൗണ്ട്സ് മെയ്ഡ് വെൻ ഹാർഡ് ഒബ്ജക്ട്സ് ഹിറ്റ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. അതെ, റാറ്റിൽ സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിളിക്കാക്കൊട്ട എന്നൊക്കെ പറയുമല്ലോ അല്ലേ, അങ്ങനെ ഒരു ടോയ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, അതിങ്ങനെ അതിൽ നിന്ന് വരുന്ന ആ ശബ്ദം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ റാറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്ക്വാക്ക്. എ ഷോർട്ട് ഹൈ ക്രൈ ഓർ സൗണ്ട് ദാറ്റ് നോട്ട് യൂഷ്വലി വെരി ലൗഡ്. എന്താണ് ഈ പെട്ടെന്ന് ഉച്ചത്തിലുള്ള കരച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അതിനെയാണ് സ്ക്വാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബാങ്. ബാങ് എന്ന് പറഞ്ഞാൽ എ സഡൻ ലൗഡ് നോയ്സ്. എന്താണ് സഡൻ പെട്ടെന്ന് ഉണ്ടാകുന്ന വലിയ ഉറക്കെയുള്ള ശബ്ദം എന്ന് വെച്ചാൽ കാറ്റിൽ ഡോറൊക്കെ അടയുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം വരുമല്ലോ, അതുപോലെ. നെക്സ്റ്റ് വിസിൽ. The sound that you make by forcing your breath out when your lips are closed, or the sound made by blowing a whistle. എന്താണ് വിസിൽ എന്ന് വെച്ചാൽ നമുക്കറിയാലോ അല്ലേ, നമ്മൾ ചുണ്ടുകൾ വെച്ചിട്ട് വിസിൽ ചെയ്ത് സൗണ്ട് ഉണ്ടാക്കുമല്ലോ അല്ലേ, ആ സൗണ്ടിനെയാണ് വിസിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്രാഷ്. ക്രാഷ് എന്ന് വെച്ചാൽ സഡൻ ലൗഡ് നോയ്സ് മെയ്ഡ് ബൈ സംതിങ് ഫോളിങ് ഓർ ബ്രീത്തിങ്. പെട്ടെന്ന് എന്തെങ്കിലും നിലത്തേക്ക് വീഴുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന വലിയ സൗണ്ട് ഉണ്ടല്ലോ, അവയാണ് ക്രാഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡ്രിപ്പ് എന്ന് വെച്ചാൽ ദി സൗണ്ട് ഓഫ് സ്മോൾ ഡ്രോപ്സ് ഓഫ് ലിക്വിഡ് ഫോളിങ് കണ്ടിന്യൂസ്ലി. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളി ഇങ്ങനെ വന്ന് വീഴുന്ന ശബ്ദം ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ലിക്വിഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഴുമ്പോഴുള്ള ശബ്ദമാണ്. നെക്സ്റ്റ് സ്ക്രീച്ച്. എ ലൗഡ് ഹൈ അൺപ്ലസൻറ്റ് ക്രൈ ഓർ നോയ്സ്. എന്താണ് വലിയ രീതിയിലുള്ള തുളഞ്ഞു കയറുന്ന രീതിയിലുള്ള എന്തെങ്കിലും കരച്ചിലോ ശബ്ദമൊക്കെ. നെക്സ്റ്റ് ടിക്ക്.
ഷോർട്ട് ലൈറ്റ് റെഗുലർലി റിപ്പീറ്റഡ് സൗണ്ട് എസ്പെഷ്യലി ദാറ്റ് ഓഫ് എ ക്ലോക്ക് ഓർ വാച്ച്. എന്താണ് ടിക് ടിക് എന്ന് പറയുന്നത് നമ്മൾ വാച്ചിൽ അതുപോലെ ക്ലോക്കിലൊക്കെ ആ സൂചികൾ ഇങ്ങനെ തമ്മിൽ നീങ്ങുമ്പോൾ വരുന്ന ശബ്ദമുണ്ടല്ലോ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി ദ വുഡൻ കപ്പ്. ദ വുഡൻ കപ്പ് എന്ന സ്റ്റോറിയിൽ വരുന്ന സെൻറ്റൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? സഡൻലി ദ ചൈൽഡ് വെൻറ്റ് ഓവർ ടു ദ ഫയർ പ്ലേസ് വേർ ഹിസ് മദർ ഹാഡ് സ്വെപ്റ്റ് ദ പീസ് ഓഫ് ദി കപ്പ്. ആ കപ്പിൻ്റെ പീസസ് അവൻ്റെ അമ്മ കൊണ്ടുപോയിട്ടല്ലോ അല്ലേ, അവിടേക്ക് എന്താണ് ആ കുട്ടി പോവുകയാണ് അല്ലേ. സ്വീപ്പിംഗ് ഈസ് ആൻ എവറിഡേ ആക്ഷൻ. വാട്ട് ആർ ദ സം ഓഫ് ദി എവറിഡേ ആക്ഷൻസ് ദാറ്റ് യു ഡു. സ്വീപ്പിംഗ് എന്ന് പറയുന്നത്, അടിച്ചു വാരുക എന്ന് പറയുന്നത് എന്താ, എവറിഡേ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അതുപോലെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത്? ലിസ്റ്റ് ദം, താഴെ ലിസ്റ്റ് ചെയ്യാനാണ്. അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏതാണ്? വാഷ് ക്ലോത്ത്സ്, ഡ്രസ്സുകൾ നമ്മൾ വാഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്തൊക്കെയാണ്? ഗാർഡനിങ്, അറേഞ്ചിങ് ദ ബുക്ക് ഷെൽഫ്, ഡു ഹോം വർക്ക്, ടേക്ക് ബാത്ത്, ചേഞ്ച് ക്ലോത്ത്സ്. ഇനി ഫോർത്ത് ആക്ടിവിറ്റി, ഇമാജിൻ ദാറ്റ് യുവർ മദർ ഗോസ് ഔട്ട് വെൻ യു ആർ നോട്ട് അറ്റ് ഹോം. ഷീ ലീവ്സ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ഫോർ യു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദി ബോക്സ്. നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് മദർ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ലെറ്റർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. താഴെ ഒരു ബോക്സിൽ ഒത്തിരി വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് യൂസ് ചെയ്തിട്ട് ആ ഒരു ലെറ്റർ അമ്മ എഴുതി വെച്ച ആ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യണം? നമ്മൾ ഫിൽ ചെയ്യണം. ഡിയർ സൺ ഓഫ് ഡോക്ടർ, ഐ ആം ഗോയിങ് ഔട്ട് ആൻഡ് വിൽ ബി ബാക്ക് ഓൺലി ഇൻ ദ ഈവനിങ്. ഞാൻ പുറത്ത് പോവുകയാണ്, വൈകുന്നേരം മാത്രമേ തിരിച്ചു വരുള്ളൂ. ഹിയർ ആർ ദ ജോബ്സ് ഫോർ ദി ഡേ. ഇന്നത്തെ ദിവസത്തേക്കുള്ള ജോലികൾ എന്തൊക്കെയാണെന്ന് പറയണം. എന്തൊക്കെയാണ്? ഡാഷ് ദി ഫ്ലോർസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ, നിലം എന്ത് ചെയ്യണം എന്നാണ്? സ്ക്രബ് എന്നാണ് അതിൽ എഴുതേണ്ടത്. ഓക്കെ. ഡാഷ് ദി കാർപ്പറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. കാർപ്പറ്റ്സ് എന്ത് ചെയ്യണം? അവിടെ ബീറ്റാണ് എഴുതേണ്ടത്. ഓക്കെ, ബീറ്റ് ദ കാർപ്പറ്റ്സ്. നെക്സ്റ്റ് എന്താ? ഡാഷ് ദി ഫർണിച്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡസ്റ്റ് ദ ഫർണിച്ചർ എന്നാണ്. എന്താണ്? മേക്ക് ദ ബെഡ്സ്, ബെഡ് വിരിച്ചിടണം എന്നൊക്കെ പറയില്ലേ. ചേഞ്ച് ദ ഷീറ്റ്സ്, ബെഡ് ഷീറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്യണം. ടൈഡി ദ ഹൗസ്, വീട് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. എംപ്റ്റി ദ റബ്ബിഷ്, റബ്ബിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചവറ്, വേസ്റ്റ് എന്നൊക്കെ പറയില്ലേ. വേസ്റ്റൊക്കെ എന്താണ്? എംപ്റ്റി ആക്കണം എന്നാണ്, കൊണ്ടേ കളയണം എന്നൊക്കെ പറയില്ലേ. നെക്സ്റ്റ് എന്താ? കുക്ക് ദ സപ്പർ, എന്താണ്? വാഷ് ദ ലോണ്ട്രി, അതുപോലെ ലോണ്ട്രി ഡ്രസ്സുകൾ വാഷ് ചെയ്യണം. ലാസ്റ്റ് എന്താണ് വരുന്നത്? ആൻഡ് ക്ലീൻ ഔട്ട് ദി ഫയർ പ്ലേസ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ്, റീഡ് ദ സെൻറ്റൻസ്. ദ പൂരം ഗ്രൗണ്ട് സീസ് ദ ബ്ലോസമിങ് ഓഫ് മെനി ആർട്ട് ഫോംസ്. വാട്ട് ഡസ് ദി വേർഡ് സീസ് സജസ്റ്റ് ഹിയർ? നോ റീഡ് ദ ഫോളോയിങ് ഷോർട്ട് പോയംസ്. എന്താണ് ഇവിടെ? എന്താണ്? ദി പൂരം ഗ്രൗണ്ട് സീസ് ദ ബ്ലോസമിങ് ഓഫ് മെനി ആർട്ട് ഫോംസ്. എന്താണ്? പൂരം ഗ്രൗണ്ട്സിൽ എന്താണ് കാണാൻ കഴിയുന്നത്? നമുക്ക് ഒത്തിരി ആർട്ട് ഫോംസ് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. വാട്ട് ഡസ് ദി വേർഡ് സീസ് സജസ്റ്റ് ഹിയർ? ഇവിടെ സീസ് എന്ന വേർഡ് എന്തിനെ സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. എന്താണ്? ഈ പൂരം ഗ്രൗണ്ടിൽ സാധാരണയായിട്ട് ജനറലായിട്ട് കാണുന്ന കാര്യമാണ് അല്ലേ. എന്താണ്? ഒത്തിരി കലാരൂപങ്ങൾ അവിടെ കാണാൻ കഴിയുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് സീസ് എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്? ജനറലായിട്ടുള്ള ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നൗ റീഡ് ദ ഫോളോയിങ് ഷോർട്ട് പോയംസ്. താഴെ 2 ഷോർട്ട് പോയംസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? ഫോഗ്. ദി ഫോഗ് കംസ് ഓൺ ലിറ്റിൽ കാറ്റ് ഫീറ്റ്. ഇറ്റ് സിറ്റ്സ് ലുക്കിംഗ് ഓവർ ഹാർബർ ആൻഡ് സിറ്റി ഓൺ സൈലൻറ്റ് ഹോറ്റസ് ആൻഡ് ദെൻ മൂവ്സ് ഓൺ. നെക്സ്റ്റ്, ഈഗിളിനെ കുറിച്ചൊരു പോയാണ്. ക്ലാസ്പ്സ് ദ ക്രാക്ക് വിത്ത് കുക്ക്ഡ് ഹാൻഡ്സ്. Close to the sun in lonely hands, ringed with the azure world he stands. The wrinkled sea beneath him crawls. He watches from his mountain walls, and like a thunderbolt he falls. ഇതിൽ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. സേ വാട്ട് ദ ഫോഗ് ദ ഈഗിൾ ആൻഡ് ദ സീ ഡു. ഇതിൽ ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ള ഈഗിൾ, ഫോഗ്, അതുപോലെ സീ, ഇവയൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നാണ്. ഇവിടെ കണ്ടില്ലേ, ഫോഗ് ചെയ്യുന്ന ഒരു കാര്യമാണ് കംസ് എന്നത് അല്ലേ. എന്താണ്? ജനറലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇനി വേറെ ഏതൊക്കെയാണ്? സിറ്റ്സ്, അതുപോലെ മൂവ്സ്, ഇവയൊക്കെയാണ് വരുന്നത്. ഈഗിളിൻ്റെ മൂവ്മെൻറ്റ്സിനെ പറയുന്ന വേർഡ്സ് എല്ലാം ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്ലാസ്പ്സ്, വാച്ചസ്, ഫോൾസ്, ഇവയാണ്. അതുപോലെ സീൻ്റെത് ഏതാ വരുന്നത്? ക്രോൾസ് എന്ന വേർഡാണ്. ഓക്കെ, ഈ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡു ദ ഫോളോയിങ് വേർഡ്സ് സജസ്റ്റ്. ഈ വേർഡ്സ് എല്ലാം എന്തിനെയാണ് പറയുന്നതെന്ന്. ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ കംസ്, സിറ്റ്സ്, മൂവ്സ്, ക്ലാസ്പ്സ്,
ക്രോൾസ്, ഫോൾസ്, വാച്ചസ്. ഈ വേർഡ്സ് എല്ലാം എന്തിനെ സജസ്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. എന്തിനെയാണ്? ദേ സജസ്റ്റ് ദ ജനറൽ നേച്ചർ ഓർ ഹാബിറ്റ്സ് ഓഫ് തിങ്സ്, പീപ്പിൾ ഇൻ ദെയർ മൂവ്മെൻറ്റ്സ്. ദി വേർഡ്സ് ആർ ഓൾ ഇൻ ദ സിമ്പിൾ പ്രസൻറ്റ് ഫോം. ഈ വേർഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ജനറൽ ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള ഓരോ ഹാബിറ്റുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ്, അവരുടെ മൂവ്മെൻറ്റ്സിനെ, ചലനത്തെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അല്ലേ. ഈ വേർഡ്സ് എപ്പോഴും ഏത് ഫോമിലായിരിക്കും? സിമ്പിൾ പ്രസൻറ്റ് ഫോമിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇനി 6th ആക്ടിവിറ്റി. നൗ റീഡ് ദ ഫോളോയിങ് പാസേജ്. താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. അതാണ് പാസേജ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ദി സൺ റൈസസ് വെരി ലൈറ്റ് ഇൻ ദിസ് പാർട്ട്, പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ്. ഈ ഏരിയയിലൊക്കെ എങ്ങനെയാണ് സൂര്യൻ ഉദിക്കുന്നത്? ഭയങ്കര ലേറ്റ് ആയിട്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആളുകൾ എഴുന്നേൽക്കുന്നതും വളരെ ലേറ്റ് ആയിട്ടാണ്. മൈ നെക്സ്റ്റ് ഡോർ നൈബർ വേക്സ് അപ്പ് വെരി ഏർലി. എന്താണ്? എൻ്റെ അടുത്തുള്ള അയൽവാസി അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം എന്നും നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. യൂഷ്വലി ഹീ ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM. സ്ഥിരമായിട്ട് അദ്ദേഹം 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ദെൻ ഹീ ഗോസ് ടു ദ ന്യൂസ് ഏജൻറ്റ്സ് ആൻഡ് ബൈസ് ദ മോർണിംഗ് പേപ്പർ. എന്നിട്ട് അദ്ദേഹം ന്യൂസ് ഏജൻസിൻ്റെ അടുത്ത് പോയിട്ട് അന്നത്തെ ന്യൂസ് പേപ്പർ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഹീ ഗോസ് ടു ദ കഫേ. എന്നിട്ട് അദ്ദേഹം കഫേയിലേക്ക് പോകും. ഓർഡേഡ് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി ആൻഡ് റീഡ്സ് ദ പേപ്പർ. അദ്ദേഹം ഒരു ബ്ലാക്ക് കോഫി ഓർഡർ ചെയ്യും. എന്നിട്ട് അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ഹീ ഗോസ് ഫോർ എ വാക്ക് റൗണ്ട് ദ പാർക്ക് ആൻഡ് ദെൻ റിട്ടേൺസ് ഹോം. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്യുന്നത്? പാർക്കിൽ പോയിട്ട് ഒരു റൗണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരും. ഇനി എന്താണ്? റീഡ് ദ പാസേജ് അഗെയിൻ ആൻഡ് നോട്ട് ഹൗ ദ വേർബ്സ് ചേഞ്ച് വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂരൽ. ഓക്കെ, എന്താണ് നമ്മളിപ്പോൾ വായിച്ച ഈ പാസേജിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴും സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോഴും വേർബിന് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം താഴെ എഴുതാനാണ്. റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. മൈ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വി യൂസ് വേക്ക് base or root form when the subject is plural and wakes s form when the subject is singular. അത് wake എന്നൊരു verb ആണെങ്കിൽ അത് സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ അവിടെ wake എന്ന ബേസ് ഫോം, റൂട്ട് ഫോം തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് അവിടെ എന്താണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേക്കിൻ്റെ എസ് ഫോമാണ്, വേർബിൻ്റെ എസ് ഫോം, വേക്സ് എന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, പീപ്പിൾ വേക്ക് അപ്പ്. പീപ്പിൾ എന്നത് പ്ലൂരലാണ്. അപ്പോൾ അവിടെ ഏതാണ്? വേക്ക് എന്ന റൂട്ട് ഫോമാണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. മൈ നെക്സ്റ്റ് ഡോർ നൈബർ വേക്സ് അപ്പ്. അവിടെ കണ്ടില്ലേ, നൈബർ എന്നാണ് കൊടുത്തിട്ടത്. അയൽവാസി എന്ന് പറയുന്ന ഒരാളാണ് അല്ലേ, സിംഗുലറാണ്. അവിടെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? വേക്സ് ആണ്. വേർബിൻ്റെ എസ് ഫോമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൈ ഫൈൻഡിങ്സിൽ എന്താണ് എഴുതുക? ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ഇൻ പ്ലൂരൽ ഫോം ദർ ഈസ് നോ ചേഞ്ച് നീഡഡ് ഇൻ ദ റൂട്ട് ഫോം ഓഫ് വേർബ് യൂസ്ഡ്. പിന്നെ എന്താ? ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ദ എസ് ഫോം ഓഫ് വേർബ് ഈസ് യൂസ്ഡ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി. റീറൈറ്റ് പാസേജ് 1 യൂസിങ് ദ പ്ലൂരൽ ഫോം ഇൻ പ്ലേസ് ഓഫ് നൈബർ ആൻഡ് ദേ ഇൻ പ്ലേസ് ഓഫ് ഹി. മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദ വേർബ് ഫോംസ്. എന്താണ്? ഓക്കെ, ഈ പാസേജ് 1ൽ എന്ത് ചെയ്യണം നമ്മൾ? നൈബർ എന്ന് പറയുന്ന, ഹി എന്ന് പറയുന്ന ആ സിംഗുലർ ഫോമിന് പകരം അവിടെ ദേ എന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പാസേജിനൊന്ന് മാറ്റി എഴുതണം. അപ്പോൾ വേർബിൻ്റെ ഫോംസിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ എഴുതാം? ദി സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട്, പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ്. അവിടെ ഒന്നും ഒരു ചേഞ്ചും വരുന്നില്ല അല്ലേ. ഇനി ബാക്കി എങ്ങനെ? മൈ നെക്സ്റ്റ് ഡോർ നൈബേഴ്സ് വേക്ക് അപ്പ് വെരി ഏർലി. അവിടെ കണ്ടില്ലേ, നൈബർ വേക്സ് അപ്പ് എന്നുള്ളത് നൈബേഴ്സ് വേക്ക് അപ്പ് എന്നായി മാറി. ഓക്കെ, യൂഷ്വലി ദേ ഗെറ്റ് അപ്പ് ബിഫോർ 6 AM. അവിടെ ഹീ ഗെറ്റ്സ് അപ്പ് എന്നത് ദേ ഗെറ്റ് അപ്പ് എന്നായി മാറി അല്ലേ. ദെൻ ദേ ഗോ ടു ദ ന്യൂസ് ഏജൻറ്റ്സ് ആൻഡ് ബൈ ദ മോർണിംഗ് ന്യൂസ് പേപ്പർ. ദെൻ ഹീ ഗോസ് എന്നത് ദെൻ ദേ ഗോ ടു ആയി. Okay. Then they go to the cafe, order a cup of black coffee and read the newspaper. After that, they go for a walk round the park and then return home. Next, study the sentences given in passage 1 again and say whether they express habits or general or universal truths.
Write habit or general truth in column B. Add more sentences in column A and answers or comment in column B. ഓക്കെ, എന്താണ് നമ്മൾ പാസേജ് 1 ഒന്നും കൂടി വായിച്ചു നോക്കുക. എന്നിട്ട് എന്താണ് അതിൽ തന്നിട്ടുള്ള ഹാബിറ്റ്സും അതുപോലെ ജനറൽ ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്തിട്ട് താഴെയുള്ള കോളത്തിൽ എഴുതാം. ഓക്കെ, സെൻറ്റൻസ് ഒരു കോളത്തിൽ എഴുതുക. എന്നിട്ട് അതൊരു ഹാബിറ്റ് ആയിട്ടുള്ള കാര്യമാണോ അതുപോലെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നത് സെക്കൻഡ് കോളത്തിൽ എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ദ സൺ റൈസസ് ലേറ്റ് ഇൻ ദിസ് പാർട്ട്. അതെ, ഇവിടെയെല്ലാം സൂര്യൻ ലേറ്റ് ആയിട്ടാണ് ഉദിക്കാറുള്ളത് എന്നാണ് അല്ലേ. അതെന്താണ്? അതൊരു ജനറൽ ട്രൂത്താണ് അല്ലേ, അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പീപ്പിൾ വേക്കപ്പ് ലേറ്റ്. എന്താണ്? ജനങ്ങൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. അതെന്താണ്? അത് ആളുകളുടെ ഒരു ഹാബിറ്റാണ്, ഒരു ശീലമാണ് അല്ലേ. നെക്സ്റ്റ് ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM. അവന് എന്താണ്? 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുമെന്നത് അത് അവൻ്റെ ഒരു ഹാബിറ്റാണ് അല്ലേ. ഇനി അതൊക്കെ എഴുതാം. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സണ്ണ് എന്താണ്? ഈസ്റ്റിലാണ് ഉദിക്കുന്നത് അല്ലേ. അതെന്താണ്? അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വി ഗെറ്റ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ഫ്രം സൺ. നമുക്ക് ലൈറ്റും ചൂടും ഒക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഡാർക്ക് അറ്റ് നൈറ്റ്. അതെന്താണ്? അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ്. ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM. അത് നമ്മൾ മുന്നേ പറഞ്ഞു, അത് രണ്ടും ഹാബിറ്റാണ്. ഹി ഗോസ് ടു ദ ന്യൂസ് ഏജൻറ്റ്സ്. ഹി ഗോസ് ടു ദ കഫേ. ഹി ഓർഡേഡ് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി. ഹി റീഡ്സ് ദ പേപ്പർ. ഹി ഗോസ് ഫോർ എ വാക്ക്. ദെൻ ഹി റിട്ടേൺസ് ഹോം. ഇവയെല്ലാം എന്താണ്? ഹാബിറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പാസേജ് 2 കൊടുത്തിട്ടുണ്ട്. ഹിയർ ഈസ് എ ലേഡി ഹു ടോക്സ് എബൌട്ട് സം ഓഫ് ഹെർ ഹാബിറ്റ്സ്. ഇവിടെ എന്താണ്? ഒരു ലേഡി അവളുടെ ഹാബിറ്റിനെ കുറിച്ച്, അവളുടെ ശീലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഐ നെവർ വിയർ ചുരിദാർ. ഐ ഓൾവേസ് യൂസ് മേക്കപ്പ് വെൻ ഐ ഗോ ഔട്ട്. ഞാൻ എന്താണ്? ചുരിദാർ ധരിക്കാറില്ല. ഞാൻ എപ്പോഴും പുറത്ത് പോവുകയാണെങ്കിൽ എന്താണ്? മേക്കപ്പ് ഇടാറുണ്ട് എന്ന് പറയാം. ഐ വിയർ എ ഹാറ്റ് വെൻ ഇറ്റ് ഈസ് കോൾഡ്. കോൾഡ് ആണെങ്കിൽ, തണുപ്പാണെങ്കിൽ ഞാൻ എന്താണ്? തൊപ്പി ധരിക്കാറുണ്ട്. ഐ വിയർ ഗ്ലൗസ് ഓൺലി വെൻ ഐ വാഷ് ഡിഷസ്. അതെ, എന്താണ്? ഞാൻ പ്ലേറ്റ്സ് എല്ലാം വാഷ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗ്ലൗസ് ധരിക്കാറുണ്ട്. ഐ യൂഷ്വലി വിയർ ഗ്ലാസസ് വൈൽ ഡ്രൈവിംഗ് ആൻഡ് വൈൽ വാച്ചിങ് ടെലിവിഷൻ. അതുപോലെ TV കാണുമ്പോഴും അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോഴും എന്താണ്? ഗ്ലാസസ് യൂസ് ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് വിയർ ജീൻസ് വെരി ഓഫൺ. ഇതാണ് ജീൻസ് അങ്ങനെ എപ്പോഴും ധരിക്കാറില്ല എന്ന് പറയണം. ഇനി എന്താണ് താഴെ കൊടുത്തിട്ടുള്ളത്? യു മേ ഹാവ് നോട്ടഡ് ദാറ്റ് ദ വേർബ് ഓൾവേസ്, never, usually, etc. help us to know that the actions are regular or habitual. Such words are called adverbs of frequency. ഇതിൽ always, never, usually എന്നുള്ള ഈ വേർഡ്സ് എന്തിന് യൂസ് ചെയ്യുന്നതാണ്? അത് ഒരു റെഗുലറായ കാര്യമാണോ അതുപോലെ ഹാബിച്വൽ ആയിട്ടുള്ള കാര്യമാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്നാണ് അല്ലേ. The other words of such category are sometimes, get, generally, occasionally, often, hardly, ever, once a week, year, etc. അപ്പോൾ ഈ പറഞ്ഞ വേർഡ്സും ഈ കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ്. ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ വേർബ്സ് ഇൻ ദ സിമ്പിൾ പ്രസൻറ്റ്, ലിസ്റ്റ് ദം. അപ്പോൾ ഈ മുകളിൽ തന്ന പാസേജ് 2-ലുള്ള സിമ്പിൾ പ്രസൻറ്റ് ആയിട്ട് വരുന്ന വേർബ്സ് കണ്ടുപിടിക്കാനാണ്. ഏതൊക്കെയാണ്? അതെ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വിയർ, യൂസ്, ഗോ, വിയർ, വാഷ്. വിയർ തന്നെ ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? വിയർ, യൂസ്, ഗോ, വാഷ്. ഇനി നെക്സ്റ്റ് റീഡ് പാസേജ് 1 വൺസ് എഗെയിൻ. യു ഹാവ് റീഡ് ദ ഡെയിലി റുട്ടീൻ ഓഫ് ദി നൈബർ. ആ പാസേജ് 1 ഒന്നുകൂടി വായിക്കഴിഞ്ഞിട്ട് നമ്മളെന്താണ് ആ നൈബറുടെ ഡെയിലി റുട്ടീൻ എന്താണെന്ന് നമ്മൾ വായിച്ചല്ലോ അല്ലേ. നൗ ക്യാൻ യു സേ വാട്ട് ഹി ഡിഡ് യെസ്റ്റർഡേ. ഇനി നിങ്ങൾക്ക് അദ്ദേഹം ഇന്നലെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ? റീറൈറ്റ് ദി പാസേജ് ഒന്ന് റീറൈറ്റ് ചെയ്ത് നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട് ഹി ഗോട്ട് അപ്പ് അറ്റ് 6 AM. അദ്ദേഹം 7 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. ദെൻ ഹി വെൻ ടു ദ ന്യൂസ് ഏജൻസ് ആൻഡ് ബോട്ട് ദ മോർണിംഗ് പേപ്പർ. ന്യൂസ് ഏജൻസിൽ പോയിട്ട് മോർണിംഗ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് നെക്സ്റ്റ്? ഹി വെൻ ടു ദ കഫേ. ഹി ഓർഡേഡ് എ കപ്പ് ഓഫ് കോഫി. ഹി റീഡ് ദ ന്യൂസ് പേപ്പർ. ഹി വെൻ ഫോർ എ വാക്ക്. ഹി റിട്ടേൺ ഹോം. ഓക്കെ, next, now read the first paragraph of the story The Wooden Cup again. Here are a few sentences. വുഡൻ കപ്പിലെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? അതിൽ കുറച്ച് സെൻറ്റൻസ് താഴെ കൊടുത്തിട്ടുണ്ട്.
Robotino loved his grandfather very much. They spent much time together. Robotino loved to sit on his grandfather's knee and listen. എന്താണ് റോബോട്ടിനോ ഗ്രാൻഡ് ഒത്തിരി സ്നേഹിച്ചിരുന്നു. അതുപോലെ അവർ ഒരുമിച്ച് ഒത്തിരി സമയം ചിലവഴിച്ചിരുന്നു. അതുപോലെ റോബോട്ടിനോ എന്താണ് ഗ്രാൻഡ് ഫാദറിൻ്റെ നീയിൽ കാലുമേ ഇരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി എന്താണ് ദി സെൻറ്റൻസസ് റെഫർ ടു സം ഹാബിറ്റ്സ് ദാറ്റ് ദേ ഹാഡ് ഇൻ ദ പാസ്റ്റ്. ദ സിമ്പിൾ പാസ്റ്റ് ഫോം ഈസ് യൂസ്ഡ് ഹിയർ. ഓക്കെ, എന്താണ് ഈ 3 സെൻറ്റൻസിലും എന്താണ് കാണിക്കുന്നത്? അവരുടെ ഹാബിറ്റ്, അവർക്ക് പാസ്റ്റിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന കഴിഞ്ഞു പോയ അവരുടെ ഹാബിറ്റുകളെ, അവരുടെ ശീലങ്ങളെയാണ് ഈ 3 സെൻറ്റൻസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വേർബിൻ്റെ ഏത് ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്? സിമ്പിൾ പാസ്റ്റ് ഫോമാണ്. ലൗഡ്, സ്പെൻഡ്, ലൗഡ്. കണ്ടില്ലേ? നെക്സ്റ്റ്, റീഡ് അനദർ പാസേജ് ഫ്രം ദി സെയിം സ്റ്റോറി. ഈ സ്റ്റോറിയിൽ വരുന്ന വേറൊരു പാസേജ് ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. One night at dinner, grandfather lifted his cup of drink his coffee, but his poor old hands shook so much that the coffee spilled on the clean white tablecloth. ഓക്കെ, എന്താണ് അത്? അവർ ഡിന്നർ കഴിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ വിരച്ചിട്ട് എന്ത് ചെയ്തു? ആ കോഫി ആ വൈറ്റ് ടേബിൾ ക്ലോത്തിൽ വീണു അല്ലേ? ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഇതിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ശ്രദ്ധിച്ചോ? ലിഫ്റ്റഡ്, ഷുക്ക്, സ്പിൽഡ്, ഇവയൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഡു ദേ സജസ്റ്റ് പാസ് ഹാബിറ്റ്സ്. പക്ഷേ ഇതിലും അതുപോലത്തെ വേർബ്സ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇത് പാസ്റ്റ് ഹാബിറ്റിനെയാണോ പറയുന്നത് എന്നാണ്? അല്ലല്ലേ, ഇതൊരു ശീലമല്ലല്ലോ പറയുന്നത് അല്ലേ? ദീസ് വേർഡ്സ് ഡു നോട്ട് റെഫർ ടു പാസ്റ്റ് ഹാബിറ്റ് ബട്ട് ഷോ വാട്ട് ഹാപ്പൻഡ് ആസ് എ പാർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. അതെ, ഈ എന്താണ് ഈ വേർഡ്സ് എന്താണ് പാസ്റ്റ് ഹാബിറ്റിനെ അല്ല പറയുന്നത്, പക്ഷേ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ പറയാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്തതാണ് അല്ലേ? നെക്സ്റ്റ്, പിക്ക് ഔട്ട് ഫ്രം ദി സ്റ്റോറി ദ വുഡൻ കപ്പ് ദ വേർബ്സ് ദാറ്റ് ഷോ ഹാബിറ്റ്സ് ആൻഡ് ദ വേർബ്സ് ദാറ്റ് ഷോ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻ അറ്റ് എ സ്പെസിഫിക് പോയിൻ്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. ഇനി ഇതുപോലെ വരുന്ന പാസ്റ്റിൽ നടന്നിരുന്ന ഒരു ഹാബിറ്റും അതുപോലെ പാസ്റ്റിൽ ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രം നടന്നിട്ടുള്ള സംഭവമായിട്ടുള്ള കാര്യങ്ങൾ താഴെ ലിസ്റ്റ് ചെയ്യാനാണ്. അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, പാസ്റ്റ് ഹാബിറ്റ് എന്ന് എഴുതിയതിൽ ഏതാണ്? റോബോട്ടിനോ ലവ്ഡ്, റോബോട്ടിനോ സ്നേഹിച്ചിരുന്നു എന്നത് അതൊരു ഹാബിറ്റ് ആയിരുന്നു അല്ലേ? നെക്സ്റ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റിൽ വരുന്നത് ദി കപ്പ് ബ്രോക്ക്, കപ്പ് പൊട്ടി എന്നതാണ്. കപ്പ് പൊട്ടി എന്നതൊരു ഹാബിറ്റ് അല്ലല്ലോ, അതൊരു ഒരു ടൈമിൽ നടന്ന ഒരു സംഭവം മാത്രമാണ് അല്ലേ? ഇനി അതുപോലെ പാസ്റ്റ് ഹാബിറ്റിൽ ഏതൊക്കെ എഴുതാം? ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, അത് തന്നെ എഴുതാം അല്ലേ? റോബോട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ, ദേ സ്പെൻഡ് മച്ച് ടൈം ടുഗദർ. റോബോട്ടിനോ ലവ്ഡ് ടു സിറ്റ് ഓൺ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് നീ. ഓക്കെ, നെക്സ്റ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് എന്ന കോളത്തിൽ ഏതൊക്കെ എഴുതാം? ഹി ഹിയർഡ് അബൌട്ട് ദീസ് ന്യൂസ്, ഹി ഡ്രോപ്ഡ് ഹിസ് കപ്പ്, ഫിനിഷ്ഡ് ഹിസ് ഡിന്നർ, റഷ്ഡ് ടു ദ കിച്ചൺ. ഇതൊന്നും ഹാബിറ്റ് അല്ല. ഇനി നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ വേർഡ്സ് ലിഫ്റ്റഡ് ആൻഡ് ഷുക്ക്. വാട്ട് ഡു യു നോട്ടീസ് അബൌട്ട് ദം? ഹൗ ആർ ദേ ഫോംഡ്? ലിഫ്റ്റഡ് അതുപോലെ ഷുക്ക്, ഈ 2 വേർഡ്സും തന്നിട്ടുണ്ട് അല്ലേ? ഇവ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവ എങ്ങനെയാണ് ഈ 2 വേർഡ്സും ഫോം ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ്? ദി വേർഡ് ലിഫ്റ്റഡ് ഈസ് ഫോംഡ് ബൈ ആഡിങ് ഇ ഡി ടു ലിഫ്റ്റ്. അതെ, ലിഫ്റ്റഡ് ഫോം ചെയ്തിട്ടുള്ളത് ലിഫ്റ്റ് എന്ന വെർബിനോട് ഇ ഡി ആഡ് ചെയ്തതാണ് അല്ലേ? അതെന്താണ്? അതിന് നമ്മൾ റെഗുലർ വെർബ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഷുക്ക് എന്ന വേർഡ്, ഷുക്ക് ഈസ് ഫോംഡ് ഫ്രം ഷേക്ക് ബട്ട് നോട്ട് ബൈ ആഡിങ് ഇ ഡി. ഷുക്ക് എന്ന വേർഡ് ഷേക്ക് എന്ന വേർബിൽ നിന്നും ഫോം ചെയ്തതാണ്. പക്ഷേ അതെന്താണ്? അതിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്തതല്ല അല്ലേ? അവയെ നമ്മൾ ഇറഗുലർ വേർബ്സ് എന്നും പറയും. റീഡ് ദ പോയം സംബഡീസ് മദർ ആൻഡ് ദ സ്റ്റോറി ദ വുഡൻ കപ്പ് വൺസ് അഗെയിൻ ആൻഡ് പിക്ക് ഔട്ട് ദ വേർബ്സ് ഇൻ ദ പാസ്റ്റ്. ക്ലാസിഫൈ ദം ആസ് റെഗുലർ വേർബ്സ് ഓർ ഇറഗുലർ. ഇതാണ് സംബഡീസ് മദർ എന്ന പോയം, അതുപോലെ ദി വുഡൻ കപ്പ് എന്ന സ്റ്റോറി. ഇവ രണ്ടിൽ നിന്നും ഇതുപോലെ റെഗുലർ ആയിട്ടും ഇറഗുലർ ആയിട്ടുള്ള വേർബ്സ് കണ്ടുപിടിച്ച് താഴെ എഴുതാനാണ്. ഓക്കെ, താഴെ കൊടുത്തിട്ടുണ്ട്. സം വേർബ്സ് ഹാവ് ഡി ഓർ ഇ ഡി ഓർ ടി ഇൻ ദെയർ പാസ്റ്റ് ഫോംസ്. ദേ ആർ കോൾഡ് റെഗുലർ വേർബ്സ്. ബട്ട് സം വേർബ്സ് ഹാവ് ഡിഫറെൻറ്റ് വേസ് ഓഫ് ഫോമിങ് ദെയർ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ദേ ആർ ഇറഗുലർ വേർബ്സ്. വേർബിൻ്റെ കൂടെ ഡിയോ ഇ ഡിയോ ടിയോ ആഡ് ചെയ്ത് വരുന്ന പാസ്റ്റ് ഫോംസ് വരുമ്പോൾ അവയെ നമ്മൾ ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കും. അതുപോലെ ചില വേർബ്സ് എന്താണ്, അവരും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഫോം ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അവയെ നമ്മൾ ഇറഗുലർ വേർബ്സ് എന്നും വിളിക്കും. ഓക്കെ, റെഗുലർ വേർബ്സിൽ ഏതൊക്കെ എഴുതാം? ഏജഡ്, വിസ്പേർഡ്, ഹാസ്റ്റൻഡ്, ഓഫേർഡ്, ഗൈഡഡ്, പാസ്ഡ്, ബോർഡ്, വെയിറ്റഡ്, ഹീഡഡ്, ഫിനിഷ്ഡ്, ഡ്രോപ്ഡ്. ഇനിയും നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇറഗുലർ വേർബ്സിൽ ഏതൊക്കെയാണ്?
Bent, stood, came, went, swept, stood, ate, led. Next, here is a poem for you to sing. Fill in the blanks using the correct form of the words given in brackets. എന്താണ് ഇവിടെ നിങ്ങൾക്ക് പാടാനായിട്ടൊരു പോയം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒത്തിരി വേർഡ്സ് മിസ്സാണ് അല്ലേ? വേർഡ്സ് ഏതാണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഫോമിലാക്കിയിട്ട് അതവിടെ ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ. The little girl put on her coat. She picked up her heavy basket. എന്താണ് ആ ലിറ്റിൽ ഗേൾ അവളുടെ കോട്ട് എടുത്ത് എന്നിട്ട് എന്താണ് അതുപോലെ ഹെവി ആ വെയിറ്റുള്ള ആ ബാസ്ക്കറ്റും കൂടി എടുത്തു അല്ലേ? ദെൻ പിന്നെ എന്താ ഷീ ഡാഷ് ഔട്ട് ഓഫ് ദി കോട്ടേജ്. അവിടെ ഗോ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഗോ അല്ല വരുന്നത്, വെൻ്റ് ആണ് അല്ലേ? ഷീ വെൻ്റ് ഔട്ട് ഓഫ് ദി കോട്ടേജ് ആൻഡ് വാക്ക്ഡ് അലോങ് ദി പാത്ത്. ഷീ ലുക്ക്ഡ് അപ്പ് അറ്റ് ദ ഗ്രീൻ ട്രീസ്. ഷീ ലിസൺഡ് ടു ദ ബേർഡ്സ് സിംഗിങ്. ഷീ വിസിൽഡ് ഹാപ്പിലി. സഡൻലി ഷീ സോ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. പെട്ടെന്ന് അവൾ എന്താണ് ഒരു ഭംഗിയുള്ളൊരു ഫ്ലവർ കണ്ടു എന്നാണ്. ഷീ സ്മൈൽഡ് ആൻഡ് നെൽറ്റ് ഡൗൺ. അങ്ങനെയാണ് അവിടെ വരുന്നത്. ദെൻ ഷീ പിക്ക്ഡ് അപ്പ് ദ ഫ്ലവർ. ഷീ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ എ ബിഗ് ബാഡ് വോഫ് വിത്ത് ലോങ് ഇയേഴ്സ് ആൻഡ് ലോങ് ടീത്ത്. ഷീ സ്ക്രീംഡ് ആൻഡ് റാൻ എവേ. അതാണ് അവിടെ വരുന്നത് അല്ലേ? അവൾ എന്താണ് ആ ഫ്ലവർ പൊട്ടിച്ചു. എന്നിട്ട് നോക്കി നോക്കുമ്പോൾ ഒരു ബിഗ് വോഫ് അവിടെ നിൽക്കുന്നുണ്ടാവുന്നു. ലോങ് ഇയർ, വലിയ ചെവിയൊക്കെയുള്ള വലിയ പല്ലൊക്കെയുള്ള ഒരു വലിയ വോഫ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? അവിടുന്ന് ഓടിയില്ലേ? ഷീ വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ്. ഷീ വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ്. ഷീ അവിടെ ഗോട്ടാണ് വരുന്നത്. ഷീ ഗോട്ട് വെരി ടയേർഡ് ആൻഡ് വെരി ഹംഗ്രി. ദെൻ ഷീ സോ her grandmother's cottage. She knocked 3 times on the door. A deep voice said, "Come in, my dear." അവിടെ ആ കമ്മിൻ്റെ ആ ഫോം തന്നെയാണ് കൊടുക്കുന്നത്. "Come in, my dear." She opened the door and went in. അതാണ് അവൾ നടന്ന് ഒത്തിരി ടയേർഡ്, ക്ഷീണിച്ചു. അതുപോലെ തന്നെ അവൾക്ക് വിശക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ അവൾ അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ കോട്ടേജ് കണ്ടു. അവൾ അവിടെ പോയിട്ട് എന്താ ഡോറിൽ മുട്ടിയപ്പോൾ അവിടെ നിന്നൊരു ഡീപ്പ് വോയിസ് കേട്ടു. എന്താണ്? "കം ഇൻ മൈ ഡിയർ" എന്നല്ലേ, അകത്തേക്ക് വായോ എന്ന് പറയുന്നത്. The little girl saw an old lady in bed. The old lady had a bonnet on her head, but she had long ears and long teeth. അവൾ എന്താണ് കണ്ടത്? അവിടെ ഒരു ഓൾഡായിട്ടുള്ള ഒരു ലേഡിയെ കണ്ടു അല്ലേ ആ ബെഡിൽ. ലേഡിക്ക് എന്താണ് ലോങ് ഇയേഴ്സും ലോങ് ടീത്തും ഉണ്ട് അല്ലേ? ഇനി നെക്സ്റ്റ്, ലിസ്റ്റ് ദ വേർഡ്സ് യൂസ്ഡ് ഇൻ ദ പാസ്റ്റ്. ഈ പോയത്തിൽ പാസ്റ്റായിട്ട് വന്നിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാനാണ്. ഏതൊക്കെയാണ്? പുട്ട്, പിക്ക്ഡ്, വാക്ക്ഡ്, ലുക്ക്ഡ്, ലിസൺഡ്, വിസിൽഡ്, സോ, നോക്ക്ഡ്, സ്ക്രീംഡ്, ഓപ്പൺഡ്. ഓക്കെ, ഇവയൊക്കെ പാസ് ഫോമിൽ വന്നിട്ടുള്ളതാണ് അല്ലേ? നെക്സ്റ്റ്, റീറൈറ്റ് ദ പോയം ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി. ഈ പോയത്തിനെ നമ്മൾ സ്റ്റോറിയുടെ രൂപത്തിൽ എഴുതാനാണ്. ഈസിയാണ് അല്ലേ? വൺസ് എ ലിറ്റിൽ ഗേൾ പുട്ട് ഓൺ ഹെർ കോട്ട് ആൻഡ് പിക്ക്ഡ് അപ്പ് ഹെർ ഹെവി ബാസ്ക്കറ്റ്. ദെൻ ഷീ വെൻറ്റ് ഔട്ട് ദ കോട്ടേജ് and walked along the path. While walking, she looked up at a green tree. She listened to the birds singing and whistled happily. Suddenly, she saw a beautiful flower. She smiled and knelt down and picked up the flower. When she looked up, she saw a big bad wolf with long ears and long teeth. She screamed and ran away. She walked and walked. She got very tired and very hungry. Then she saw her grandmother's cottage. She knocked 3 times on the door. Then a deep voice said, "Come in, my dear." She opened the door and went in. The little girl saw there an old lady in bed. The little girl saw there an old lady in bed. The old lady had a bonnet on her head. She also had long ears and long teeth. Next, 9th activity. What were your activities yesterday? Make a detailed diary and reuse the past form. നിങ്ങൾ ഇന്നലെ ചെയ്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡയറി ആക്കി എഴുതാനാണ്. ഓക്കെ, പാസ്റ്റ് ഫോമാണ് അതിൽ യൂസ് ചെയ്യേണ്ടത്. 22nd March 2021. Woke up at 6 a.m. in the morning. After bath, had my breakfast and got ready to school. Met my friends and discussed about the English test paper. I got good marks. Mummy was really happy to see my results. I went out with Daddy to park in the evening. Came back at 8, took a bath, had my dinner and went to bed at 10. It was a wonderful day. എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? സാധാരണ ഒരു ദിവസം രാവിലെ എന്താണ് കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്നിട്ട് സ്കൂളിലേക്ക് പോയി.
എന്താണ് അവിടുന്ന് ഫ്രണ്ട്സിനെ കണ്ടു. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇംഗ്ലീഷ് ടെസ്റ്റ് പേപ്പറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എനിക്ക് എന്താണ് അത്യാവശ്യം നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. മമ്മിക്ക് അത് കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പി ആയി അല്ലേ. പിന്നീട് വൈകുന്നേരം ഡാഡിയുടെ കൂടെ എന്താണ് പാർക്കിലേക്ക് പോയി. ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. ഇതുപോലെ നിങ്ങളുടെ ഡയറിയാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് 10th ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ യൂസിങ് ദ കറക്റ്റ് ഫോംസ് ഓഫ് ദി വേർബ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള കോൺവെർസേഷന് ഫില്ല് ചെയ്യാനത് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവയുടെ കറക്റ്റായിട്ടുള്ള വേർബ് ഫോമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സ്വപ്ന, ഹായ് ഡയന, ഐ ഹാവിൻ സീൻ യു ഫോർ ഏജസ്, ഹൗ ഹാവ് യു ബീൻ. അപ്പോൾ ഡയന പറയാണ് പ്രെറ്റി ഗുഡ് താങ്ക്സ്. എന്താണ് കുറേ ആയാലും നിന്നെ കണ്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ഗുഡാണ്, നന്നായിരിക്കുന്നു എന്നൊക്കെ പറയണല്ലേ. സ്വപ്ന, ആർ യു സ്റ്റിൽ ഇൻ കോളേജ്. അപ്പോൾ നീ ഇപ്പോഴും കോളേജിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, നോ നോട്ട് എനി മോർ. അവിടെ എന്താണ് ഗ്രാജുവേറ്റ് എന്നാണ് വരുന്നത് അല്ലേ. ഐ ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് ഇയർ. ഞാൻ കഴിഞ്ഞ വർഷം ഗ്രാജുവേറ്റഡ് ആയിട്ട് പോന്നിട്ടുണ്ട് അല്ലേ. ആൻഡ് ഐ ഗോട്ട് എ ജോബ് അറ്റ് ദ പഞ്ചാബ് ബാങ്ക്. എനിക്ക് പഞ്ചാബ് ബാങ്കിൽ ഒരു ജോലിയും കിട്ടിയിട്ടുണ്ട്. സ്വപ്ന പറയാണ് ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്, യു നോ യു ലുക്ക് ഡിഫറെൻറ്റ്, ഹാവ് യു ചേഞ്ച്ഡ് യുവർ ഹെയർ സ്റ്റൈൽ. നിൻ്റെ എന്താണ് ലുക്കൊക്കെ ആകെ മാറിയിട്ടുണ്ട്, നീ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഡൈന പറയാണ് യെസ് ഇറ്റ് ഈസ് ഷോർട്ടർ, ഓ ആൻഡ് ഐ ഹാവ് ലോസ്റ്റ് വെയിറ്റ്. ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ട്, അതുപോലെ എന്താണ് ഹെയർ ഷോർട്ട് ആക്കിയിട്ടുണ്ട് എന്ന് പറയാം. സ്വപ്ന പറയാം വെൽ യു ലുക്ക് ഫാൻറ്റാസ്റ്റിക്. ഡയന താങ്ക്സ്, സോ ഡു യു, ആൻഡ് ദർ ഈസ് വൺ മോർ തിങ്, ഐ ഗോട്ട് എൻഗേജ്ഡ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. സ്വപ്ന കൺഗ്രാജുലേഷൻസ്, വേർ ഡസ് ഹി വർക്ക്. അവൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഡസ് വർക്ക് എന്ന 2 വേർഡാണ്. അപ്പോൾ ഡയന പറയാണ് ഇൻ ഓസ്ട്രേലിയ. നെക്സ്റ്റ് സ്വപ്ന, അവിടെ ഏതാ വരുന്നത്, ഡു യു പ്ലാൻ ടു ഗോ വിത്ത് ഹിം ആഫ്റ്റർ ദി മാരേജ്. മാരേജിന് ശേഷം നീ അവൻ്റെ കൂടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നാണ്. ആഫ്റ്റർ എ ഇയർ പെർഹാപ്സ്. ഇതാണ് ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം പോകുമെന്ന് പറയാണ്. നെക്സ്റ്റ് 11th ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദി വുഡൻ കപ്പ്. വുഡൻ കപ്പിൽ വന്നിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ്, ആൻസേർഡ് റോബോട്ടിനോ. വാട്ട് ഐഡിയ ഡു യു ഗെറ്റ് എബൌട്ട് ദ ആക്ഷൻ മേക്ക്. എന്താണ് ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ്, ഞാനൊരു വുഡൻ കപ്പ് നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ. റോബോട്ടിനോ പറഞ്ഞു എന്ത് ഐഡിയ, ഈ മേക്ക് എന്ന വേർഡിലൂടെ നിങ്ങൾക്ക് എന്ത് ഐഡിയയാണ് കിട്ടുന്നത് എന്നാണ്. ഈ മേക്ക് എന്ന വേർഡിലൂടെ നിങ്ങൾക്ക് എന്ത് ഐഡിയയാണ് കിട്ടുന്നത്. ഈസ് ദ ആക്ഷൻ കംപ്ലീറ്റ് ഓർ ഗോയിങ് ഓൺ. എന്താണ് ആ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞതാണോ അതോ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണോ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഹിയർ. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് താഴെ എഴുതാനാണ്. ഓക്കെ, സൈഡിൽ കൊടുത്തിട്ടുണ്ട് യു മേ ഹാവ് നോട്ടഡ് ദാറ്റ് ദ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. എന്താണ് അവന് പറയുന്ന സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലേ. ഇൻ സച്ച് സിറ്റുവേഷൻസ് ദ ING ഫോം ഓഫ് ദി വേർബ് ഈസ് യൂസ്ഡ് എലോങ് വിത്ത് ആം, ഈസ് ഓർ ആർ. എന്താണ് ഈസോ ആമോ ആറോ അവയുടെ കൂടെ ING ഫോമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഫൈൻഡിങ്സ് ആക്കി എന്ത് എഴുതാം. ദി ആക്ഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ്, ഇറ്റ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ദി ING ഫോം ഓഫ് ദി വേർബ് ഈസ് യൂസ്ഡ്. വേർബിൻ്റെ ING ഫോമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എയ്തർ ദി വേർഡ്സ് ആം, ഈസ് ഓർ ആർ ഈസ് യൂസ്ഡ് ബിഫോർ ദ ING ഫോം ടു ഗെറ്റ് ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ആക്ഷൻസ് ഗോയിങ് ഓൺ അറ്റ് ദ പ്രസൻറ്റ് ടൈം. താഴെയുള്ള പാസേജ് വായിച്ചിട്ട് അതിൽ ഗോയിങ് ഓൺ ആയിട്ടുള്ള എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ജോൺ ലീവ്സ് ഇൻ മുംബൈ. ജോൺ എന്താണ് മുംബൈയിലാണ് ജീവിക്കുന്നത്. ഹീ ഈസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്. അദ്ദേഹം എന്താണ് അവന് എന്താണ് റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഹി വർക്ക് 6 days എ വീക്ക്. ആഴ്ചയിൽ 6 ദിവസം അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ വർക്ക് ഹി പ്ലേസ് സോസർ ഓർ ബേസ്ബോൾ വിത്ത് ഹിസ് സൺസ്. അദ്ദേഹം എന്താണ് വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കൂടെ സോസറോ അതുപോലെ ബേസ്ബോളോ എന്തെങ്കിലുമൊക്കെ കളിക്കും. ഹി ട്രൈസ് ടു പ്ലേ എവറി ഡേ. എല്ലാ ദിവസവും അദ്ദേഹം കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ബട്ട് സംടൈംസ് ഹി കനോട്ട്. പക്ഷേ ചില സമയത്ത് കഴിയാറില്ല. ജോൺസ് വൈഫ് വർക്ക്സ് ടു. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. എന്താണ് ജോൺസിൻ്റെ വൈഫും ജോലി ചെയ്യുന്നുണ്ട്, അവൾ എന്താണ് ടീച്ചറാണ്. ദെയർ ചിൽഡ്രൻ ആർ സ്റ്റഡിയിങ് ഇൻ ഹെർ സ്കൂൾ, സോ ഷീ ഈസ് വെരി ഹാപ്പി. അവളുടെ കുട്ടികളും അവളുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൾ ഒത്തിരി ഹാപ്പിയാണ്. ഇനി എന്താണ് കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് സെൻറ്റൻസസ് ഫ്രം ദി പാസേജ് ഗിവൺ എബോവ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഈ മുകളിൽ തന്ന പാസേജ് യൂസ് ചെയ്തിട്ട്
താഴെ തന്നിട്ടുള്ള ആ ടേബിൾ കംപ്ലീറ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് കോളത്തിൽ ആക്ഷൻസ് ദാറ്റ് ആർ കണ്ടിന്യൂയിങ്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എഴുതാനാണ് അതിൽ. സെക്കൻഡ് കോളത്തിൽ ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ റെഗുലർലി, റെഗുലറായിട്ട് ഇന്ന് നടക്കുന്ന കാര്യം എന്തൊക്കെയാണെന്നാണ് അതിൽ എഴുതാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ ഏതൊക്കെ എഴുതാം? ഹി ഈസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്, ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ, ദെയർ ചിൽഡ്രൻ ആർ സ്റ്റഡിയിങ് ഇൻ ഹെർ സ്കൂൾ. ഇതിലെല്ലാം കണ്ടില്ലേ വെർബ് ING ഫോമാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഈസോ ആമോ ആർപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ റെഗുലർലി, അതിൽ വരുന്നത് ഹി വർക്ക്സ് 6 days a week, ജോൺ ലിവ്സ് ഇൻ മുംബൈ, ഹി പ്ലേസ് സോസർ ഓർ ബേസ്ബോൾ, ഹി ട്രൈസ് ടു പ്ലേ എവറി ഡേ, ഷീ ഈസ് വെരി ഹാപ്പി. ഓക്കെ, നെക്സ്റ്റ് തിങ്ക് ഓഫ് എ പ്ലേസ് വേർ യു വുഡ് ലൈക്ക് ടു ബി, ക്ലോസ് യുവർ ഐസ് ആൻഡ് ഇമേജിൻ ദിസ് പ്ലേസ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം, നിങ്ങളെപ്പോഴും പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, അതിനെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ആലോചിക്കേണ്ടത്? എന്തൊക്കെയാണ്? വാട്ട് ആർ യു ഡൂയിങ്, ഹൗ ഈസ് ദ വെദർ, വാട്ട് ഡു യു സീ, വേർ ആർ യു സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, ഹൂ ഈസ് വിത്ത് യു. അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ വെദർ എന്താണ്, അവിടെ എന്താണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ഇരിക്കുകയാണോ നിൽക്കുകയാണോ, ആരൊക്കെ നിങ്ങളുടെ കൂടെയുള്ളത്, ഇവയൊക്കെ നോ ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് യു ഹാവ് ജസ്റ്റ് ഇമാജിൻഡ്. നിങ്ങൾ ഇമാജിൻ ചെയ്ത സങ്കല്പിച്ച ആ കാര്യം എന്താണെന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതാനാണ്. യു മേ ബിഗിൻ ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച്. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള പ്ലേസിനെ കുറിച്ച് എഴുതാം കേട്ടോ. ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച്, മൈ സിസ്റ്റർ ഈസ് playing on the beach. The weather is nice. I can see people taking bath in the sea. Some children are selling groundnuts. A little away from where I sit, I can see some girls. They are flying kites. My parents are also with us. They are talking about the weather. Now the sun is setting. What a beautiful sight. ഇനി എന്താണ് ആക്ടിവിറ്റി? പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്, ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് ഇൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം. ഇത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതിൽ വരുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് കണ്ടുപിടിക്കാൻ പറയാം. ഓക്കെ, ഏതൊക്കെയാണ്? ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച്, മൈ സിസ്റ്റർ ഈസ് പ്ലേയിങ് ഓൺ ദ ബീച്ച്, സം ചിൽഡ്രൻസ് ആർ സെല്ലിംഗ് ഗ്രൗണ്ട്നട്ട്, ദേ ആർ ഫ്ലൈയിങ് കൈറ്റ്സ്, ദേ ആർ ടോക്കിംഗ്, ദ സൺ ഈസ് സെറ്റിംഗ്. Okay, next, here is a diary entry of a girl describing the experiences she had during her stay in Mumbai. There are some errors in it, edit them. എന്താണ്? the errors are underlined. എന്താണ്? ഇതൊരു പെൺകുട്ടിയുടെ ഡയറിയാണ്. അവളുടെ മുംബൈയിലുള്ള എക്സ്പീരിയൻസസ് ഡിസ്ക്രൈബ് ചെയ്തതാണ്. പക്ഷേ ഇതിലൊത്തിരി എറേഴ്സ് വന്നിട്ടുണ്ട്, അത് നമ്മൾ എഡിറ്റ് ചെയ്യണം. ഓക്കെ, എറേഴ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ എം മീറ്റിംഗ് അല്ല മെറ്റാണ് വരുന്നത്. എ റിയലി ഇൻട്രസ്റ്റിംഗ് ഗേൾ ഇൻ മൈ നെയ്ബർഹുഡ് കഫേ. ദിസ് മോർണിംഗ് ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ മദർ ആൻഡ് ഷീ ആസ്ക്ഡ് മീ വാട്ട് ലാംഗ്വേജ് ഐ വാസ് റൈറ്റിംഗ് ഇൻ. വി ended up talking for about an hour. People in Mumbai were seeming അല്ല seemed ആണ്. Very comfortable with each other. seem അല്ല വരുന്നത്, seems ആണ്. It seems quite natural for two people to just start talking in a cafe. This is something that don't happen അല്ല doesn't happen in my place. At home I would never start chatting with a stranger. I see that it is easy to meet new people here. Okay, next, read the sentence given below. What are you making, Robotino? Robotino നീ എന്താണ് നിർമ്മിക്കുന്നത് എന്നുള്ള ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. What are the other ways of asking same question? Discuss and write. ഈ ക്വസ്റ്റ്യനെ തന്നെ വേറെ എന്തെല്ലാം രീതിയിൽ നമുക്ക് ചോദിക്കാൻ കഴിയും? ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ്. ഓക്കെ, എങ്ങനെയെല്ലാം ചോദിക്കാം? Robotino, will you please tell me what you are making? Robotino, let me know what you are making. Robotino, I would like to know what you are making. I wonder what you are making. Robotino. ഓക്കെ, ഇങ്ങനെയെല്ലാം നമുക്ക് ചോദിക്കാം അല്ലേ. നെക്സ്റ്റ്, now read the imaginary conversation between Robotino and his grandfather and identify different ways of asking questions. താഴെ റോബോട്ടിനും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. അത് വായിച്ചിട്ട് അതിന് ഡിഫറെൻറ്റ് വേസ്, വിവിധ തരം രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ്. എന്താണ്? റോബോട്ടിനോ, കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി ഗ്രാൻഡ്പ. അപ്പോൾ ഗ്രാൻഡ്പ പറയാണ് ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി യു വുഡ് ലൈക്ക് ടു ഹിയർ. റോബോട്ടിനോ, ക്യാൻ യു ടെൽ മീ വൈ ഏഞ്ചൽസ് ലിവ് ഇൻ ഹെവൻ. ഗ്രാൻഡ്പ, ഹാവ് യു ഗോട്ട് എനി ഐഡിയ അബൌട്ട് വാട്ട് ഏഞ്ചൽസ് ഡു ഫോർ അസ്. Robotino, I am afraid I don't know anything about it. Grandpa, if you like I could tell you a story about it. Robotino, thank you very much, Grandpa.
റോബോട്ടിനെ ഗ്രാൻഡ് പാൻ്റെ അടുത്ത് ഒരു സ്റ്റോറി പറഞ്ഞു തരാൻ പറയാണ്. ഗ്രാൻഡ് പാ ചോദിക്കുകയാണെങ്കിൽ എങ്ങനത്തെ സ്റ്റോറിയാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പോൾ പറയാണ് ഏഞ്ചൽസ് മാലാഖമാർ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു സ്റ്റോറി പറഞ്ഞു തരാമെന്ന് പറയാണ്. ഓക്കെ, ഇനി എന്താണ്? യു മേ ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഈച്ച് അറ്റേണേഴ്സ് ഇൻ ദ അബവ് കോൺവെർസേഷൻ സെർവ് എ ഫങ്ഷൻ ഡിസ്കസ് നൗ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. എന്താണ് ഈ നമ്മളിപ്പോൾ ഇനി താഴെയുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് എന്താണ്? ആസ്കിങ് ഫോർ ഇൻഫർമേഷന് വേണ്ടി ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുന്നത്? ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി യു വുഡ് ലൈക്ക് ടു ഹിയർ. എനിക്ക് എങ്ങനത്തെ സ്റ്റോറിയാണ് കേൾക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഇനി വേറെ എന്താണ്? ഹാവ് യു ഗോട്ട് എനി ഐഡിയ? അതുപോലെ വാട്ട് ഏഞ്ചൽസ് ഡു ഫോർ അസ്, ഇവയൊക്കെ അതിൽ വരുന്നതാണ്. നെക്സ്റ്റ് മേക്കിംഗ് എ റിക്വസ്റ്റ് പോലെ ചോദിക്കുന്നത് അതേതാണ്? കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി ഗ്രാൻഡ് പാ. നെക്സ്റ്റ് ഓഫറിങ് ഹെൽപ്പ് ഓഫർ ചെയ്യുന്നത് ഇഫ് യു ലൈക്ക് കുഡ് ടെൽ ആ സ്റ്റോറി എബൌട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് അക്സെപ്റ്റിംഗ് ഹെൽപ്പ്, അങ്ങനെ വരുന്നത് ഏതാ? താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് പാ. നെക്സ്റ്റ് സേയിങ് യു ഡു നോട്ട് നോ, എന്താണ് അറിയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഏതാണ്? ഐ ആം അഫ്രൈഡ് ഐ ഡോണ്ട് നോ എനിത്തിങ് എബൌട്ട് ഇറ്റ്. Next, here are a few situations. How can you ask for information? Use the expressions in the box. ഇവിടെ ഒത്തിരി സിറ്റുവേഷൻസ് 4 സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇൻഫോർമേഷന് വേണ്ടി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് എഴുതാനാണ്. ഫസ്റ്റ് വൺ എന്താണ്? അറ്റ് ദ റിസപ്ഷൻ ടേബിൾ ഇൻ എ കമ്പനി ഓഫീസ്. ഒരു കമ്പനി ഓഫീസിലെ റിസപ്ഷനിൽ പോയിട്ട് എങ്ങനെ ചോദിക്കാം? എക്സ്ക്യൂസ് മീ, ഡു യു നോ വെൻ ദ ഇൻ്റർവ്യൂ സ്റ്റാർട്ട്സ്. നെക്സ്റ്റ് അറ്റ് ദ റെയിൽവേ ഇൻഫർമേഷൻ ഡെസ്ക്. റെയിൽവേ ഇൻഫർമേഷനിൽ പോയിട്ട് അവിടെ എന്ത് ചോദിക്കാം നമുക്ക്? കുഡ് എനി വൺ ടെൽ മീ ദ ഡിപ്പാർച്ചർ ടൈം ഓഫ് ട്രെയിൻ ടു മുംബൈയിലേക്കുള്ള ട്രെയിനിൻ്റെ ഡിപ്പാർച്ചർ ടൈം എപ്പോഴാണെന്ന് ചോദിക്കാം അല്ലേ. നെക്സ്റ്റ് വെൻ യു ആർ നോട്ട് ഷുവർ ഹു വാസ് ദ ഇൻഫർമേഷൻ എബൌട്ട് ദ ബസ് ടൈമിംഗ്. ബസ് ടൈമിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ ചോദിക്കാം? ഐ വണ്ടർ ഇഫ് യു കുഡ് ടെൽ മീ വെൻ ഈസ് ദ ബസ് ടു കൊച്ചി. ഓക്കെ, നെക്സ്റ്റ് അറ്റ് ദ ബാങ്കിൽ എന്ത് ചോദിക്കാം? ക്യാൻ യു പ്ലീസ് ഗിവ് മീ എനി ഇൻഫർമേഷൻ എബൌട്ട് ഓപ്പണിംഗ് എ ന്യൂ സേവിങ് അക്കൗണ്ട്. പുതിയൊരു സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ മുഴുവൻ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടി ഒന്നിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യിച്ചതാണ്.